once again welcome back to our YouTube channel. കുറേ ദിവസമായി വിചാരിക്കുന്നു പോസ്റ്റ്മോർട്ടം എക്സ്പീരിയൻസിന്റെ വീഡിയോ എടുക്കണം കേട്ടോ. പക്ഷെ ഓരോ റീസൺ കാരണം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ എന്തായാലും വേണ്ടില്ല ഇന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി മെനക്കെട്ട് ഇരിക്കണം. നല്ല ചൂടാണ്, പാലക്കാട് നല്ല ചൂടാണ്, അടിപൊളി ചൂടാണ്, വെയിലാണ്, നല്ല മഴക്കാറൊക്കെ ഇങ്ങനെ വരുന്നത് കാണാം. പക്ഷെ അതേ സ്പീഡിൽ പോകുന്നതും കാണാം. നിങ്ങളുടെ അവിടെ എങ്ങനെ ചൂടൊക്കെ ഇല്ലേ? അപ്പം എല്ലാവരും ചൂടത്ത് നന്നായി വെള്ളം കുടിച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. കഴിഞ്ഞ വർഷം 2025 നവംബർ 29 കേട്ടോ ലൈറ്റ് പോയി. അപ്പോൾ 2025 നവംബർ 29 കേട്ടോ ഞാൻ കുഞ്ഞുമാവ ഉണ്ടായത്, ആശുഭൻ വന്നത്. അപ്പൊ അത് കഴിഞ്ഞ് അവിടുത്തെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഒരു 3 days കഴിഞ്ഞിട്ട്, അതായത് 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലോട്ട് വന്നത്. അപ്പൊ വീട്ടിലോട്ട് വന്നിട്ടുള്ള ഡേയ്സും എൻ്റെ എപ്പിസോട്ടമി സ്റ്റിച്ച് കെയറും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ എന്തൊക്കെ മരുന്ന് കഴിച്ചിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ 3ാമത്തെ ദിവസം വന്നെത്തിയതും ചൂട് വെള്ളത്തിൽ നല്ലൊരു കുളി അതായിരുന്നു കേട്ടോ ഫസ്റ്റ് ആയിട്ട്. അമ്മ നന്നായിട്ട് ചൂടുവെള്ളം, അത് ഹോസ്പിറ്റലിലും ഉണ്ടായിരുന്നു, പക്ഷെ വീട്ടിൽ വന്നിട്ട് നമ്മൾ വിസ്തരിച്ചൊരു കുളിയില്ലേ, അത് നല്ല സുഖമായിരുന്നു കേട്ടോ. നമ്മുടെ ബാത്റൂമിൽ നിന്ന് കുളിക്കുമ്പോൾ ഒരു വേറെ ഫീലല്ലേ. അങ്ങനെ അപ്പോൾ വന്ന് കുറച്ചു നേരം ഒന്നിരുന്ന്, പിന്നെ വൈകിട്ട് നല്ല ചൂടുവെള്ളമൊക്കെ വെച്ചിട്ട് ചൂടുവെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുളിച്ച്, അപ്പോഴാണ് ശരിക്കും ഫ്രഷ് ആവുക എന്നുള്ളത് എങ്ങനെയാണെന്ന് മനസ്സിലായത്. അങ്ങനെയായിരുന്നു. പിറ്റേ ദിവസം തന്നെ എൻ്റെ അമ്മ പോയി എനിക്കുള്ള കഷായം, മരുന്നുകൾ, എണ്ണ, കുഴമ്പ് എല്ലാം മേടിച്ചിട്ട് വന്നു. ഫസ്റ്റ് ഞാൻ എന്തൊക്കെയായിരുന്നു കഴിച്ചിരുന്നത് എന്ന് പറയാം. ഓക്കെ, ഫുഡ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ വീട്ടിലുണ്ടാക്കുന്ന നോർമൽ ഫുഡ് എല്ലാം കഴിച്ചിരുന്നു. രാവിലെ പലഹാരം, ഉച്ചയ്ക്ക് ചോറ്, വൈകിട്ട് ചോറ്, അങ്ങനെയായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ അമ്മ ഓരോന്ന് ഉണ്ടാക്കി തരും, സ്നാക്ക്, അവരുടേതായ ചില സാധനങ്ങൾ. എനിക്ക് മെയിനായിട്ട് ഞാൻ കഴിച്ചിരുന്നത് ചെറുപയർ ചോറ്, ഉലുവച്ചോറ്, അതൊക്കെയായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി തരും, അത് കഴിക്കും. എനിക്ക് ഒരു സ്പെഷ്യലായിട്ട് ഇടയിൽ ഇങ്ങനെ ഉണ്ടാക്കി തരും എന്നല്ലാണ്ട് വേറെ ഒന്നും ഞാൻ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. കാരണം വീട്ടിൽ എന്താണോ പച്ചക്കറികൾ, മീൻ, ഇറച്ചി, ചിക്കൻ എന്താണോ വെക്കുന്നത് അത് ഞാനും കഴിക്കും. ദാറ്റ്സ് ഇറ്റ്. അതാണ് എൻ്റെ ഫുഡ് ക്രൈറ്റീരിയ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ഫുഡും ഞാൻ നന്നായി കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മരുന്നുകൾ, എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ടാബ്ലറ്റ്സും കാര്യങ്ങളും തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കഴിച്ചിരുന്നു. അതൊരു 5 ദിവസം ഒരാഴ്ചയ്ക്കാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ആണ് കഷായം പരിപാടികൾ ഉണ്ടായിരുന്നത്. അതായത് ഒരു 2 ടൈപ്പ് കഷായമാണ് ഉണ്ടായിരുന്നത്. ഒന്ന് തിപ്പിലി കഷായം, പിന്നെ ധന്വന്തരം കഷായം, പിന്നെ ധന്വന്തരം കുഴമ്പ് മേത്ത് തേക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ 2 കഷായം അത് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. ആലോചിക്കുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരും. അപ്പൊ അത് എങ്ങനെയൊക്കെയോ കഴിച്ച് തീർത്തു. അത് കഴിച്ച് തീർത്തപ്പോഴേക്കും രഞ്ജേട്ടൻ്റെ വീട്ടിൽ നിന്ന് അവരും ഇതേ സാധനം വീണ്ടും എനിക്ക് കൊണ്ടുവന്നു. അതും കഴിക്കണം. അങ്ങനെ ഒരു 4 ബോട്ടിൽ മൊത്തം കഴിക്കണം എന്നാണ് വൈദ്യശാലയിൽ നിന്ന് പറഞ്ഞത്. ഇതെല്ലാം വൈദ്യശാലയുടെ മരുന്നുകളാണ് കേട്ടോ. ഇറ്റ്സ് ഓക്കെ, നിങ്ങൾക്ക് താല്പര്യമുള്ളവർ കഴിക്കുക, ഇല്ലാത്തവർ കഴിക്കേണ്ട, അത്ര തന്നെ. നമ്മൾക്ക് അമ്മമാർ പറഞ്ഞു തരുന്നു, അത് കഴിക്കുന്നു, ദാറ്റ്സ് ഇറ്റ്. അപ്പം അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുഴമ്പ് ഞാൻ പിന്നെ പറയാം, കുളിക്കുന്നതിൻ്റെ കാര്യം പിന്നെ പറയാം. ഇതാണ് ഞാൻ മരുന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് കാൽഷ്യം ടാബ്ലറ്റ്സും അയൺ ടാബ്ലറ്റ്സും അതും കഴിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് ആക്ച്വലി കഴിക്കാത്തത്. എന്തോ അത് ഞാൻ സ്കിപ്പ് ചെയ്ത് വിടുകയാണ്, മനഃപൂർവ്വമല്ല, ഇങ്ങനെ ഓർമ്മയില്ലാതെ. പിന്നെ എല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോൾ ഇന്ന് മരുന്ന് കഴിച്ചിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വരും. അങ്ങനെ അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് അതാണ് എൻ്റെ മരുന്നുകളുടെ കാര്യങ്ങൾ. അത്ര വളരെ സിമ്പിളായിരുന്നു. അല്ല, സിമ്പിൾ ആയിരുന്നില്ല, കഴിക്കാൻ വലിയ സിമ്പിൾ ഒന്നും ആയിരുന്നില്ല. രാവിലെ ചില നേരത്ത് ചിലപ്പോൾ അങ്ങനെ ഇടയ്ക്ക് സ്കിപ്പ് ചെയ്യും. അപ്പം അമ്മ പറയും, ഇന്ന് കഴിച്ചോ? ഇല്ല, ശരി എന്നാ കഴിക്കുക പറയും. അങ്ങനെ കഴിക്കും. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഞാൻ മരുന്നായിട്ട് കഴിച്ചിരുന്നത്, എനിക്ക് ഓർമ്മ ഉള്ളത്. പിന്നെ ഉള്ളത് തെങ്ങം പൂക്കുലാതി ലേഹ്യം, അതാണ് പിന്നെ ഉള്ളത് കേട്ടോ. അപ്പൊ അതും കഴിച്ചിട്ടുണ്ട്. അത് തീർന്നിട്ടില്ല, ഇപ്പോഴും ഞാൻ കുറച്ചായിട്ട് കഴിക്കുന്നുണ്ട്. അതെ. അപ്പൊ ഈ പിന്നെ പിന്നുള്ളത് അരിഷ്ടമാണ്. ജീരക അരിഷ്ടവും ദശമൂല അരിഷ്ടവും, ഈ 2 അരിഷ്ടം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ എത്ര വേണേലും കഴിക്കും. ഈ കഷായം 4 ബോട്ടിൽ തീർന്നു കഴിഞ്ഞാലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 45 days കഴിഞ്ഞിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് പറഞ്ഞിട്ടാണ് ഇത് കഴിച്ചത് കേട്ടോ. ദശമൂല അരിഷ്ടവും പിന്നെന്താ
എന്താ പറഞ്ഞു, ജീരക അരിഷ്ടം, രണ്ടും കൂടെ മിക്സ് ആക്കി കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു പണ്ട് മുതൽ എനിക്ക് അരിഷ്ടങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നല്ല ടേസ്റ്റ്, എനിക്ക് അതിന്റെ ഇഷ്ടമാണ് ടേസ്റ്റ്. അപ്പൊ അതും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, പിന്നെ ഇതൊക്കെ തന്നെ ഉള്ളൂ. ഫുഡ്, മരുന്ന് കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓക്കെ, എൻ്റെ എന്താ വേദകുളി, തേച്ചുകുളി എന്നൊക്കെ പറയുമല്ലോ, ആ സംഭവങ്ങളും ആൻഡ് സ്റ്റിച്ച് കെയറും. ഓക്കെ, അതിലോട്ട് വരികയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആകുണ്ണീൻ്റെ ഇതിലും, ആകുന് എൻ്റെ ഫസ്റ്റ് ഡെലിവറിക്ക് ശേഷം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഓക്കെ, ഫുഡായാലും ഇപ്പോൾ ഫുഡായാലും മരുന്നായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ തേച്ചുകുളി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡെലിവറിത്തെ കാര്യം ആദ്യം പറയാം. ഫസ്റ്റ് ഡെലിവറി സമയത്ത് ഞാൻ ഇതുപോലെ ധന്വന്തരം കുഴമ്പില് മഞ്ഞൾ മിക്സാക്കി തേച്ച് വെക്കും. തേച്ച് വെച്ചിട്ട് സിറ്റ്സ് ബാത്ത് ചെയ്യും. ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു വട്ടയുണ്ട്, അതിൽ നല്ല കല്ലുപ്പ് ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളം ചൂടോടെ, അത്യാവശ്യം പാകത്തിന് ഇരിക്കാൻ പറ്റിയ ചൂടോടെ ഒഴിച്ചിട്ട് അതിലിരിക്കും. ആൻഡ് ദാറ്റ് വാസ് സോ ഗുഡ്. അതെനിക്ക് എനിക്ക് നല്ല എഫക്റ്റ് ആയിരുന്നു. അത് സ്റ്റിച്ച് പെട്ടെന്ന് മാറാനും ഇടുപ്പൊക്കെ ഒന്ന് നന്നായിട്ട് ഒരു സുഖമാണ് ഒക്കെ ഒന്ന് സെറ്റ് ആവാനൊക്കെ ദ ബെസ്റ്റ് ആയിരുന്നു. കാരണം ഞാൻ പണ്ട് വീണതിന്റെ ഒരു വേദന എൻ്റെ ബാക്കിൽ, ഈ എന്താ പറയുക, ഹിപ്പിന്റെ അവിടെ ആയിട്ട് എനിക്ക് അതിന്റെ വേദന ഇടയ്ക്കുണ്ട്, എപ്പോഴും ഉണ്ടാവും. ചില സമയത്തൊക്കെ എന്നെ കാല് കൊളുത്തി പിടിക്കുമ്പോൾ എനിക്കൊരു അടി, ചിലപ്പോൾ ആ കാല് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരവസ്ഥക്ക് വരട്ടെ. ആ സംഭവം ആകുണ്ണിന്റെ ഫസ്റ്റ് ഡെലിവറി എൻ്റെ കഴിഞ്ഞപ്പോൾ ഈ സിറ്റ്സ് ബാത്ത് ഇത്രയും ദിവസം ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് രാവിലെയും വൈകിട്ട് സിറ്റ്സ് ബാത്ത് ചെയ്യല്ലേ, അതിലെനിക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കത് ആക്ച്വലി എനിക്ക് ആ വേദന മാറി എന്ന് തന്നെ പറയാം. ഈ എണ്ണയും കുഴമ്പും തേച്ചിട്ട് ആ ചൂടുവെള്ളത്തിൽ ഇരിക്കുമ്പോൾ ഇറ്റ് വാസ് സോ ഗുഡ്. അത് എനിക്ക് നല്ല എഫക്റ്റ് ആയിരുന്നു. ആൻഡ് വേറെ എനിക്ക് എൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്തായിരുന്നു വെച്ചപ്പോൾ എന്ന് ചോദിച്ചാൽ, ആകുണ്ണീന്റെ ഡെലിവറി സമയത്ത് നല്ല മഴക്കാലമായിരുന്നു, അതുകൊണ്ട് ചൂടുവെള്ളത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന നല്ല സുഖമായിരുന്നു. ആൻഡ് ആശുണ്ണീന്റെ ഡെലിവറി സമയത്ത് ആക്ച്വലി വിന്റർ, നമ്മുടെ ആ ഡിസംബർ സമയത്തൊക്കെ നല്ല തണുപ്പല്ലേ, അതുകൊണ്ട് ആ സമയത്തും അവനെ ഡെലിവറി ചെയ്ത സമയത്തും നല്ല തണുപ്പായതുകൊണ്ട് ആ സമയത്തും ഇങ്ങനെ രാവിലെ ബാത്റൂമിൽ ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമായിരുന്നു കേട്ടോ. നല്ല തണുപ്പത്ത് ചൂടുവെള്ളത്തിൽ സിറ്റ്സ് ബാത്ത് നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് അങ്ങനെ ഒരു അരമണിക്കൂറൊക്കെ തന്നെ ഇരിക്കാൻ പറ്റുള്ളൂ, അതിൻ്റെ ഇടയിൽ അവനൊക്കെ എഴുന്നേക്കില്ലേ, അതുകൊണ്ട് അങ്ങനെ ഒരു അരമണിക്കൂർ ഇരുന്ന് കഴിഞ്ഞിട്ട് നല്ല ചൂടുവെള്ളം അമ്മ തരും. അങ്ങനെ തിളച്ച വെള്ളം കോരി ഒഴിക്കുക അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഫസ്റ്റ് ആയാലും സെക്കൻഡത്തെ ഡെലിവറി ആയാലും പാകത്തിന് ചൂടുള്ള വെള്ളം, അതായത് അത്യാവശ്യം നല്ല ചൂട്, സഹിക്കാൻ പറ്റുന്ന ചൂട്. കാരണം എനിക്ക് ആ സമയത്ത് വിന്ററും മഴക്കാലമൊക്കെ ആയതുകൊണ്ട് എത്ര ചൂടുള്ള വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് ഇത്ര നല്ല സുഖം. അതുകൊണ്ട് അത്യാവശ്യം നല്ല ചൂടോടുകൂടി തന്നെ, അത് ഒരുപാട് ചൂടിൽ നമ്മൾ ദേഹത്ത് ഒഴിക്കാൻ പാടില്ലല്ലോ, അപ്പൊ നല്ലൊരു സുഖമുള്ള ചൂടിൽ ഞാൻ ഒഴിച്ചിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു എഫക്റ്റ് ആയിരുന്നു. ആൻഡ് ഞാൻ സോപ്പ് ഉപയോഗിക്കും, ഷാമ്പു ഉപയോഗിക്കും, എല്ലാം ഉപയോഗിച്ചിരുന്നു. മനസ്സിലായോ? ഷാമ്പു അങ്ങനെ യൂസ് ചെയ്യില്ല, കാരണം എനിക്ക് അത്ര വെറുതെ ഇങ്ങനെ കിടക്കുമ്പോൾ തല പറപറാന്ന് കിടക്കുന്ന എനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് എണ്ണയിടും. ആകുന്ന സമയത്തൊക്കെ ഡെയിലി കുളിക്കുമായിരുന്നു. ആശുവിന്റെ സമയത്ത് ഡെയിലി ഞാൻ തല വാഷ് ചെയ്യില്ല, ഹെയർ വാഷ് ചെയ്യില്ല. ഒരു ദിവസം ഇടവിട്ടിട്ട് അങ്ങനെയാണ് ഹെയർ വാഷ് ചെയ്തിരുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരുന്നു കുളിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു. സോപ്പൊക്കെ യൂസ് ചെയ്യും, മുഖത്ത് ഫേസ് വാഷ് യൂസ് ചെയ്യും. ആൻഡ് കുളി കഴിഞ്ഞാൽ അപ്പൊ ഈ എപ്പിസോട്ടമി സ്റ്റിച്ചിന്റെ ഒരു കെയർ എന്ന് പറയുന്നത് സിറ്റ്സ് ബാത്ത് ആണ്. ഉപ്പുവെള്ളത്തിൽ ഇരിക്കുന്ന വെരി എഫക്റ്റ്, എന്താ പറയാ, നല്ല എഫക്റ്റ് ഉള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്റെ സ്റ്റിച്ചൊക്കെ പെട്ടെന്ന് തന്നെ സ്റ്റിച്ചിന്റെ സംഭവങ്ങളൊക്കെ ഇല്ലാതെ പോയിരുന്നു. എന്നിട്ട് അവരൊരു ഓയിൻമെന്റ് തരും. അത് ഫസ്റ്റ് ഡെലിവറിയിൽ അമ്മയാണ് എനിക്ക് അപ്ലൈ ചെയ്തതെന്നായിരുന്നു. ഇപ്പോഴൊക്കെ ഒരു സെക്കൻഡിൽ പിന്നെ മോശമല്ല, അമ്മേനെ കൊണ്ട് എന്തിനാ ചെയ്യിക്കുന്നത് വിചാരിച്ചിട്ട് ഞാൻ തന്നെ അപ്ലൈ ചെയ്യുമായിരുന്നു. ചില ദിവസങ്ങളിൽ ഞാൻ വിട്ടുപോകുമായിരുന്നു കേട്ടോ. ചിലപ്പോൾ എല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോഴാണ് അപ്ലൈ ചെയ്തില്ല, ശരി വൈകിട്ട് വൈകിട്ടാണെങ്കിൽ ശരി നാളെ രാവിലെ ചെയ്യാം എന്ന് വിചാരിക്കും. അപ്പോൾ ആശുവിന്റെ സമയത്ത് അപ്ലൈ ചെയ്യാൻ മറക്കാറുണ്ട്. അപ്പോൾ സ്റ്റിച്ച് എനിക്ക് അധികം സ്റ്റിച്ച് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് സ്റ്റിച്ചിന്റെ എന്താണെന്നറിയില്ല, 2 ഡെലിവറിയിലും എനിക്ക് സ്റ്റിച്ചിന്റെ വേദനയെ ഉണ്ടായിരുന്നില്ല. സ്റ്റിച്ച് പെട്ടെന്ന് ഉണങ്ങി കിട്ടി. എനിക്ക് സ്റ്റിച്ചും കൊണ്ടുള്ള ആ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, സ്റ്റിച്ചിന്റെ ആ നൂലുണ്ടായിരുന്നു, ആ നൂല് അവിടുത്തെ സ്കിന്ന് സെൻസിറ്റീവ് അല്ലേ, അതിൽ കുത്തി അവിടെ ഒരു കുഞ്ഞൊരു മുറിവായി. അതിൽ വീണ്ടും ഇത് കുത്തുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു. ഭയങ്കര വേദന പറഞ്ഞ ഒരു ഇറിറ്റേഷൻ, നീറ്റല് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല.
ഫസ്റ്റ് ഡെലിവറിയിലും അത്, സെക്കൻഡ് ഡെലിവറിയിലും അത് അങ്ങനെ തന്നെയായിരുന്നു. ഫസ്റ്റ് ഡെലിവറിയിൽ ഭയങ്കരമായിരുന്നു, എനിക്ക് സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഫസ്റ്റ് ഡെലിവറിയിൽ അമ്മ എനിക്കത് കട്ട് ചെയ്ത് തന്നു. യുനോ എനിക്ക് അമ്മയാണ് ഓയിൻമെന്റ് തേച്ച് തന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അമ്മ കറക്റ്റായിട്ട് കണ്ടോ മുറിയായിരിക്കുന്നു നല്ലോണം ആയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മയാണ് എനിക്കത് കട്ട് ചെയ്ത് തന്നത്. രണ്ടാമത്തതിൽ ഇതുപോലെ കട്ട് ചെയ്ത് തരാൻ പറയുമ്പോൾ അമ്മയ്ക്ക് കണ്ണ് കാണുന്നില്ല, കണ്ണട ഇട്ടിട്ടും കണ്ണ് കാണുന്നില്ല. ഞാൻ പറഞ്ഞു സാരല്ല, ഞാൻ സഹിച്ചോളാം, ചെയ്യണ വിചാരിച്ചു. പക്ഷെ സ്റ്റിച്ച് അധികം അങ്ങ് മുറി ആക്കിയില്ല. അത് പിന്നെയല്ല പെട്ടെന്ന് പോവുകയും ചെയ്തു. അതുകൊണ്ട് ഫസ്റ്റ് ഡെലിവറിന്റെ അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ചെറിയ പ്രശ്നം മാത്രമേ എപ്പിസോട്ടമി സ്റ്റിച്ചിന്റെ കാര്യത്തിൽ എനിക്ക് ബുദ്ധിമുട്ടിയിട്ടുള്ളൂ. അല്ലാണ്ട് സ്റ്റിച്ചിന്റെ വേദനയോ ഇരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇപ്പൊ രഞ്ജോട്ടന്റെ അമ്മയൊക്കെ നേരെ ഇരിക്കാൻ പറ്റില്ല, തലാണ വെച്ചിട്ടാണ് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ആൻഡ് ചിഞ്ചു ഡെലിവറി കഴിഞ്ഞിട്ട് അവളെ പിടിച്ചിട്ടാണ്, എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, നിത്തുവിനെ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ കാണാൻ പോയപ്പോൾ അവള് രഞ്ജിത്തും അമ്മയും കൂടെ പിടിച്ചിട്ട് അയ്യോ എന്നൊക്കെ അവൾക്ക് വേദന എടുത്തിട്ടാണ് അങ്ങനെയൊക്കെയാണ് ബാത്റൂം പോകുന്നത്. ബട്ട് എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ടോട്ടലി ഗുഡ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ കണ്ടിട്ടാണ് എന്റെ അമ്മ പറയുന്നത് നിനക്ക് മൂന്നാമതൊന്നും കൂടെ നോക്കിക്കൂടെ എന്നുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് സ്റ്റിച്ചിന്റെ കാര്യങ്ങൾ. സ്റ്റിച്ച് കെയർ എങ്ങനെയാണ്? ഉപ്പുവെള്ളത്തിലിരിക്കും, ഓയിൻമെന്റ് അപ്ലൈ ചെയ്യും, അത്രേ ഉള്ളൂ. എനിക്ക് വേറെ ഒരു സ്റ്റിച്ച് കെയറും ഇല്ല. സ്റ്റിച്ചിനെ കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, ഒരു വേദന ഉണ്ടായിരുന്നില്ല. ആൻഡ് ഐ എം ഗ്രേറ്റ്ഫുൾ ടു ദാറ്റ്. ഓക്കെ, പിന്നെ അതാണ് എപ്പിസോട്ടമിന്റെ കാര്യങ്ങൾ. പിന്നെ കിടത്തമാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. നമ്മൾ 24 അവർ കിടന്നുകൊണ്ടേ ഇരിക്കണം, അങ്ങനെയല്ലേ? ഓക്കെ, അപ്പോ ആഗുവിന് ഫസ്റ്റ് ഡെലിവറിയിൽ ഞാൻ കിടന്നിട്ടുണ്ട്. അത്യാവശ്യം കിടക്ക പറഞ്ഞ ചിലപ്പോൾ കുറച്ചു നേരം പോയി TV ഒക്കെ ഇരുന്ന് കാണും, കുറച്ച് ബോറടിച്ച, അല്ലെങ്കിൽ നന്നായിട്ട് ഉറങ്ങിയിരുന്നു. ആഗുവിന്റെ സമയത്ത് മഴക്കാലമല്ലേ, നല്ല സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ട് ആഗുവിനെ ഡെലിവറി ചെയ്ത സമയത്തൊക്കെ. ഇത് കഴിഞ്ഞ ഒരു 28 വരെ, 28-നാണ് എൻ്റെ അച്ഛൻ മരിച്ചത്. അതുകൊണ്ട് അപ്പൊ 28 വരെ ഞാൻ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ആശുണീന്റെ സമയത്ത് ആഗു ഉണ്ടല്ലോ, അതുകൊണ്ട് അവന്റെ കാര്യങ്ങളും ഇതിന്റെ ഇടയിൽ കൂടെ വരുന്ന നേരം കൊണ്ട് അങ്ങനെ ഉറങ്ങിയിട്ടൊന്നുമില്ല പകല്. എന്നാലും കിട്ടുന്ന സമയമൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. പക്ഷെ എഴുന്നേറ്റ് നടക്കുമായിരുന്നു, അങ്ങനെ ഫുൾ റെസ്റ്റ് ഒന്നുമില്ല. നടക്കുന്നുണ്ട്, അധികം ഇനി ഇരിക്കില്ല, ഉറങ്ങൂല്ല, അങ്ങനെയായിരുന്നു. കിടക്കും, പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനാണ് പറയുന്നത്. നടന്നാലാണ് സ്റ്റിച്ചൊക്കെ വേഗം ഇതാവുക എന്നൊക്കെയാണ് പറയുന്നത്. ചുമ്മാ കിടന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ ഡോക്ടേഴ്സ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ കിടന്നിട്ടില്ല. പിന്നെ അതുകൊണ്ട് നന്നായി നടന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ സെക്കൻഡ് ഡെലിവറി സമയത്ത്. അങ്ങനെ കിടത്തം ഫുൾ ടൈം 24 അവർ കിടത്തം ഫസ്റ്റ് ഡെലിവറിയിലത്തെ പോലെ എന്തായാലും ഞാൻ സെക്കൻഡ് ഡെലിവറിയിൽ കിടന്നിട്ടില്ല കമ്പയർ ചെയ്യുമ്പോൾ. ബട്ട് ഞാൻ ഫുൾ ടൈം എഴുന്നേറ്റ് നടക്കുക അങ്ങനെയോ ആയിരുന്നില്ല. ചിലപ്പോൾ ആവുണിനെ സ്കൂളിലേക്ക് വിടുന്ന തിരക്കുണ്ടാവും, അല്ലെങ്കിൽ രഞ്ജോട്ടൻ ഉണ്ടായിരുന്ന ടൈമിൽ രഞ്ജോട്ടന്റെ കൂടെ അവനെ വിടുന്ന ആ ഒരു തിരക്ക് അത്ര തന്നെ ഉള്ളൂ. അല്ലെങ്കിൽ അവൻ ഇവിടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോറ് കൊടുക്കാനോ ഭക്ഷണം കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള കുഞ്ഞു നടത്തങ്ങൾ അത്ര തന്നെ. അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. പറഞ്ഞ പോലെ നല്ല തണുപ്പ് സമയമായതുവരെ കൊണ്ട് സുഖമായിട്ട് ഞങ്ങൾ കിടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെയാണ് കിടത്തത്തിന്റെ കാര്യങ്ങൾ. ഇനി പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഞാൻ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പൊതുവേ ഞാൻ അങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ആളല്ല. എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ അപ്പൊ കരയും, അതോടെ തീർക്കും, ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. എന്നെ അറിയുന്ന പലർക്കും അറിയാം, രഞ്ജോട്ടനൊക്കെ പറയാറുണ്ട് നീ ഇപ്പൊ കരയും എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ മറന്നിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കണ കാണാം, അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരാളൊന്നും അല്ല. അങ്ങനെ ആലോചിച്ചു എന്ന് വിചാരിച്ച ഡിപ്രഷൻ അടിച്ച് അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ല. പിന്നെ ഡിപ്രഷൻ അടിക്കാനുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം 2 പിള്ളേരും നല്ല പിള്ളേരായിരുന്നു, നന്നായിട്ട് ഉറങ്ങും, രാത്രി അങ്ങനെ ബുദ്ധിമുട്ടിക്കൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് നോർമൽ ഡേയ്സ് ആയിരുന്നു സത്യം പറഞ്ഞ. പോസ്റ്റ്പാർട്ടം എന്ന് പറയുന്നത് എനിക്ക് വലിയ പ്രശ്നങ്ങൾ, ബാക്കിയുള്ള പേഴ്സണൽ പ്രശ്നങ്ങൾ വേറെ, അതല്ലാണ്ട് ഈ ഡെലിവറി കൊണ്ടുള്ള പ്രശ്നങ്ങളൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഡിപ്രഷൻ എന്ന സംഭവം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഫസ്റ്റത്തേൽ എനിക്കുണ്ടായിരുന്നു. ഡിപ്രഷൻ അല്ല, ആഗുവിനെ ഡെലിവറി ചെയ്ത സമയത്ത് ഡിപ്രഷൻ എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് പുറത്തോട്ടൊന്ന് പോകണം, അതായത് എന്തോ പെട്ടെന്ന് മൈൻഡിലേക്ക് പുറത്തു പോകണം, വെയിൽ കൊള്ളണം എന്നുള്ള ഒരു ഇതിൽ എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നിട്ട് ഞാൻ ഒരു ദിവസം ഞാൻ കരഞ്ഞായിരുന്നു. എനിക്ക് ഇവരെല്ലാം പുറത്തു പോയി നിൽക്കുക, കുഞ്ഞിനെ എടുത്ത് വെയിൽ കൊള്ളിക്കാൻ എന്താ മറ്റേ പുറത്തു പോയി നിൽക്കുക. ഞാൻ അങ്ങനെ നോക്കിയിട്ട് എനിക്ക് സങ്കടം വരും, എനിക്ക് പുറത്തു പോകണം എന്നുള്ള ഒരു ഇതിൽ ഒരു കുറച്ച് ഇത് മാത്രം ഉണ്ടായിരുന്നത്.
പിന്നെ എനിക്ക് കുഴപ്പമില്ല. സെക്കൻഡത്തിൽ അത്രയില്ല, ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ എഴുന്നേറ്റ് പോവും, പുറത്തൊക്കെ പോവും, കുറച്ച് വെയിലൊക്കെ കൊള്ളും. ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം ഓൺ ദാറ്റ്. ഞാൻ അങ്ങനെ എന്താ പറയുക, അങ്ങനെ കിടന്നിട്ടൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഡിപ്രഷൻ അങ്ങനെ സംഭവങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ഉണ്ടാവാതിരിക്കട്ടെ, ദൈവത്തിന് നന്ദി. അപ്പോ ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക്. ഓക്കെ. പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട്, ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ഇടുപ്പ് വേദന കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഉള്ള വേദനയും കൂടി മാറുകയാണ് എനിക്ക് ചെയ്തത് കേട്ടോ. ഇപ്പോഴും എനിക്ക് ഇടുപ്പ് വേദന ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് തോന്നിയിരുന്നു. കാരണം അന്ന് പറയുമ്പോൾ ഞാനൊരു 7 മാസം വരെ എന്റെ വീട്ടിൽ നിന്ന് ഫുൾ റെസ്റ്റ് ആയിരുന്നു. കറണ്ട് പോയില്ല, ഈശ്വരാ ചുട്ടിട്ട് ഞാൻ അങ്ങനെ ഇരിക്കും. പക്ഷെ ഇപ്പൊ ഞാൻ 90 ദിവസം കഴിഞ്ഞിട്ടാണ് അവിടെ പോയത്. നമ്മുടെ വീട്ടിലത്തെ പോലെ അല്ലല്ലോ അവിടെ പോയാല്, കുറച്ച് എക്സ്ട്രാ പണികളുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് എനിക്കെന്തോ കുറേ നിന്നിട്ട് എന്തോ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിന് നിന്നിട്ടാണെന്ന് എനിക്കറിയില്ല, ചെറുതായിട്ട് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്തപ്പോൾ പിന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ നിമിഷം വരെ എനിക്ക് ബാക്ക് പെയിൻ അങ്ങനെ എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴും ഇല്ല. അതും കാര്യമായിട്ട് പ്രശ്നമില്ല. പിന്നെ എൻ്റെ ഇതുപോലെ ഞാൻ യൂട്യൂബിൽ എന്തോ ഒരു വീഡിയോ ഇട്ടപ്പോൾ എന്നോട് എൻ്റെ താത്തയുണ്ട്, അപ്പൊ സോഫി താത്ത എന്നോട് പറഞ്ഞു, ഇത് പെണ്ണെ ഇങ്ങനെ കേറി മറിഞ്ഞ് ഇപ്പൊ തന്നെ ഇതാവണ്ട, നമ്മുടെ യൂട്രസും കാര്യങ്ങളൊക്കെ ബലം വെച്ച് വരുന്നേ ഉള്ളൂ, യൂട്രസ് ഇറങ്ങി വരാ എന്നുള്ള ഒരു സംഭവം വരും, അതുകൊണ്ട് സൂക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഞാൻ കുറച്ച് കെയർഫുൾ ആണ്. വല്ലാണ്ട് അങ്ങനെ സ്ട്രെസ് എടുത്തിട്ടുള്ള പണികളൊന്നും ഇപ്പൊ ഞാൻ ചെയ്യാറില്ല കേട്ടോ. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞു വന്നത്, എനിക്ക് ഡിപ്രഷൻ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഫുഡ് നോർമൽ ഫുഡായിരുന്നു. എനിക്ക് എക്സ്ട്രാ അമ്മ ഓരോന്നും ഉണ്ടാക്കി തരും, പലഹാരങ്ങളോ അല്ലെങ്കിൽ റൈസോ അങ്ങനെ ഉണ്ടാക്കി തരും, അത് ഞാൻ കഴിക്കും. അങ്ങനെയായിരുന്നു ഫുഡ് കാര്യങ്ങൾ. മരുന്ന് കാര്യങ്ങളെ പറ്റി പറഞ്ഞു, എന്റെ സ്റ്റിച്ച് കെയറിനെ പറ്റി പറഞ്ഞു. ഡിപ്രഷൻ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അതും പറഞ്ഞു. ഇപ്പോൾ ഉള്ള നടുവേദന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതും ഇല്ല എന്ന് പറഞ്ഞു. അല്ല, അതേപറ്റിയും നമ്മൾ സംസാരിച്ചു. ഇപ്പോ ഫസ്റ്റ് ഡെലിവറിയിലും സെക്കൻഡ് ഡെലിവറിയിലും, പ്രത്യേകിച്ച് സെക്കൻഡ് ഡെലിവറിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പൊ എനിക്ക് പ്രശ്നമായിട്ട് ഇരിക്കുന്നത് എന്താന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, ഹെയർ ലോസ്, മുടി കൊഴിച്ചിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും മുടി കൊഴിയണത് എനിക്ക് ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. ടവലില്, ഫ്ലോറിൽ ഫുള്ളും, ബാത്റൂമില്, കുഞ്ഞുങ്ങളുടെ ടോയ്സില്, എവിടെ നോക്കിയാലും എൻ്റെ ദേഹത്ത് കൂടെ ഇങ്ങനെ ഊർന്ന് എൻ്റെ ഹെയർ എല്ലാം പോവാണ്. ഫുഡില്, കിച്ചണില്, എല്ലാം അവിടെ ഫുഡിലൊക്കെ എനിക്ക് എപ്പോഴും കിട്ടും എൻ്റെ ഹെയർ. ഇപ്പൊ ഞാൻ കെട്ടിവെച്ച ഹെയർ കെട്ടിവെച്ചിട്ടുണ്ടെങ്കിലും കൂടി എൻ്റെ ഈ കുഞ്ഞു ബേബി ഹെയർസ് അടക്കം വരുന്നത് അതിൽ കൊഴിഞ്ഞു വീഴുന്നുണ്ട്. അത് ഇതിലുണ്ട് ഇപ്പൊ എൻ്റെ ഹെയർ. എവിടെ നോക്കിയാലും എൻ്റെ ഹെയർ ആയിരുന്നു. അതാണെങ്കിൽ എൻ്റെ ഹെയർ ആണെങ്കിൽ പ്രത്യേകിച്ച് അല്ല, പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും ചെയ്യും, ഹെയർ കളർ ചെയ്ത കാരണം കൊണ്ട് എൻ്റെ ഹെയർ ആണെന്ന് എന്താ പറയുക, വളരെ പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഹെയർ കളർ കാരണം. അപ്പൊ അതൊരു വല്ലാത്തൊരു പ്രശ്നമാണ്, ഹെയർ ലോസ് എന്ന് പറയാം. മുടി കൊഴിയുക എന്ന് പറയാൻ പറ്റില്ല, മുടി പറഞ്ഞു പോവുക എന്ന് വേണം പറയാൻ. ഞാൻ എൻ്റെ അമ്മടത്തൊക്കെ പറയായിരുന്നു, മുടി കൊഴിഞ്ഞ എന്താ പറയുക, പിന്നെയും വളരുന്നുണ്ടാവും, മുട്ടയാവുന്നില്ലല്ലോ എന്ന് പറയും. പക്ഷെ ഇപ്പൊ എനിക്ക് അതും പറയാൻ പറ്റില്ല, കാരണം ഇങ്ങനെ പോയാൽ ഞാൻ മുട്ടയാവും തന്നെ തോന്നുന്നത്. ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് നോക്കിയാൽ കാണൂ. എൻ്റെ ഈ രണ്ട് സൈഡും രണ്ട് സൈഡും നെറ്റ് കയറി ഇവിടെ ഒന്നും ഹെയർ ഇല്ല. ഇവിടെ ഇങ്ങനൊക്കെ നോക്കിയാൽ എൻ്റെ സ്കാൽപ്പ് കാണാൻ പറ്റും. ഓക്കെ, ഉണ്ടോ? ഇവിടെ അത്രയും കൊഴിഞ്ഞു പോവാണ്, അത്രയും കൊഴിഞ്ഞു. ഞാൻ ഇങ്ങനെയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ ഈ രണ്ട് സൈഡും നെറ്റ് കയറി വരികയാണ് അവിടെയുള്ള ഹെയർ. ഒന്നും വേണം. ഇപ്പൊ ഞാൻ മുടി വലിച്ചിങ്ങനെ ഊരിയ കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഹെയർ വരും. ഇത് എപ്പോഴും വരും, എപ്പോ വലിച്ചാലും ഇതേപോലെ ഹെയർ വന്നോണ്ടിരിക്കും. എനിക്ക് പേടിയാണ്. ഞാൻ മുടി ചിക്കറക്കാറില്ല, ഇപ്പൊ ഡെയിലി ഞാൻ ചിക്കറക്കാറില്ല. കെട്ടിവെക്കുക, എപ്പോഴും കെട്ടിവെക്കുക തന്നെ ചെയ്യുക. കാരണം മുടി ചീകം തോറും ഹെയർ വന്നോണ്ടേയിരിക്കണം. ഞാൻ വിചാരിച്ചു, ഈശ്വരാ, ഇങ്ങനെ പോയി കഴിഞ്ഞാ എന്താ പറയാ, എന്ത് കുറവാണ്, അയേണിന്റെ കുറവാണോ, ഞാൻ ടാബ്ലറ്റ്സ് എടുക്കുന്നത് നിർത്തിയത് കൊണ്ടാണോ എന്നൊക്കെയാണെന്ന് തന്നെയാണ് എനിക്ക് നന്നായിട്ട് അറിയാം. ഹെയർ ഓക്കെ, ഞാൻ ടാബ്ലറ്റ്സ് എടുക്കുന്നത് കുറച്ച് നിർത്തിയത് കൊണ്ട്, അതുകൊണ്ട് തന്നെയാണ് എനിക്കിത് എന്താ പറയാ ഇത്ര ഹെയർ ലോസ് ഉണ്ടാകുന്നത്. ഇപ്പൊ ഒട്ടുമില്ല, ഉള്ളില്ല,
ഉള്ളില്ലാത്തത് പോട്ടെ, എനിക്ക് സ്കാൽപ്പ് കാണുന്ന രീതിയിൽ ഇത്രയും ഹെയർ ലോസ് ഉണ്ടാവും പറയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം പൊതുവേ എനിക്ക് മുടി അധികം കൊഴിയില്ല പറഞ്ഞാല് മുടി എനിക്കധികം കൊഴിയാറില്ല. ചീകുമ്പോൾ കുറച്ചാൽ വരുന്നല്ലാണ്ട് ഈ ഫ്ലോറിൽ ടവലില് അവിടെ ഇങ്ങനെയൊന്നും എനിക്ക് ഇതുവരെ കൊഴിഞ്ഞിട്ടേ ഇല്ല. ആഗുവിന്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് കുറച്ച് ഇതുപോലെ ഉണ്ടായിരുന്നു, പിന്നെ അത് ശരിയായി. ഞാൻ ഷോർട്ട് ആൻഡ് ചെയ്യും, വെട്ടി ഷോർട്ട് ആൻഡ് ചെയ്യുക. അല്ലാതെ എനിക്ക് ഇങ്ങനെ ഹെയർ ലോസ് ഉണ്ടാവാറില്ല. ഇതിങ്ങനെയല്ല, ഭയങ്കര ഹെയർ ലോസ് ആണ് എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കണ ഹെയർ കെട്ടുന്നത്. മുടി കെട്ടുക എന്ന് വെച്ചാൽ വല്ലാത്തൊരിതാണ്. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെയാണ് കെട്ടാറ്. അപ്പൊ ആ ഒരു പ്രശ്നമുണ്ട്. ബട്ട് ഞാൻ പറയില്ലേ, അതിൽ ഞാൻ വലിയ ഡിപ്രഷൻ അടിക്കുന്ന ആളൊന്നുമല്ല. മുടി ഫുള്ള് പോയി കഴിഞ്ഞാൽ ഞാനങ്ങ് മുട്ടയടിക്കും, ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഒന്നിലും അങ്ങനെ വലിയ അയ്യോ ഇത് എനിക്ക് ഇങ്ങനെ ഉറക്കം കെടുത്തുന്ന ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണാറില്ല, കണക്കൂട്ടാറില്ല. അത് ഈ പ്രശ്നം ഇല്ലെങ്കിൽ ലൈഫിൽ ഒന്നില്ലെങ്കിൽ ഒന്ന് പറഞ്ഞ പോലെ എപ്പോഴും പ്രശ്നങ്ങളുണ്ടാവും. ഡിപ്രഷൻ അടിക്കാൻ നിന്നാൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ. എന്റെ സൗണ്ട് വർത്തമാനം കേട്ടിട്ട് ആശുണ്ണി അവിടെ എഴുന്നേക്കുന്നുണ്ട്, ഉറങ്ങായിരുന്നു കേട്ടോ, അത് എഴുന്നേക്കുന്നുണ്ട്. അപ്പോൾ ഹെയർ ലോസ് ആണ് ഭയങ്കര പ്രശ്നമായിട്ടുള്ള കാര്യം. ഇതിപ്പോൾ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് ഓയിൽ മസാജ് ചെയ്യാം കേട്ടോ. ഹെയറിൽ തലമുടിയിൽ എണ്ണ തേക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ മാത്രം ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഉള്ള അവസ്ഥയാണിത്. ഇത്രയും ഹെയർ കൊഴിഞ്ഞു വന്നത് ഒരു സൈഡിലെ മാത്രം കേട്ടോ. ഒരു സൈഡിലെ മാത്രമാണ് ഇപ്പോൾ ഇത്രയും ഹെയർ വന്നിരിക്കുന്നത്. ഈ സൈഡ് ഞാൻ തൊട്ടിട്ടില്ല കേട്ടോ. ഇത് ഈ ഒരു സൈഡത്തെ മാത്രം ഹെയറാണ്. വേണ്ട, ഞാൻ നേരെ കാണിച്ചു തരാം. ഇത്രയും ഹെയർ വേണ്ടോ, ഇത്രയും ഹെയർ ഈ ഒരു സൈഡത്തെ മാത്രം ഇന്നൊരു ദിവസത്തെ ഈ എണ്ണ തേക്കലിൻ്റെ മാത്രമായിട്ടുള്ള ഹെയറാണ്. ഈ സൈഡ് എടുത്തിട്ടില്ല. നല്ല ചിക്കുണ്ടെങ്കിൽ താഴത്തുനിന്ന് മേലോട്ട് ആക്കാം കേട്ടോ. മേലെ തന്നെ പിടിച്ച് വലിക്കുമ്പോൾ ബാക്കിയുള്ള ഹെയറും കൂടി കയ്യിൽ പോരും. ഉണ്ടോ, ഞാനത് എണ്ണ തേച്ചതാണ് കേട്ടോ. എണ്ണ തേച്ചിട്ട് ഞാനങ്ങനെ ചെയ്യുന്നത്. ഈ സൈഡിലെ ഹെയർ എടുക്കാം. കൂടുതലുണ്ട് കേട്ടോ, നമുക്ക് വീഡിയോയിൽ നേരെ കാണാൻ പറ്റും. ഇതെവിടെ ഇങ്ങനെ എൻ്റെ ഡ്രസ്സിൽ താഴോട്ടൊക്കെ ഫുള്ള് കൊഴിഞ്ഞിരിക്കുക. ഇത്രയും ഹെയർ, ഒരു മിനിറ്റ്, ഇത്രയും ഹെയറാണ് ഞാൻ. ഇത്രയും അവിടെ കാണുമല്ലോ കൊണ്ടാര. ഇത്രയും ഹെയറാണ് കേട്ടോ ഞാൻ എണ്ണ തേച്ചിട്ട് മാത്രമായിട്ട് പോയിരിക്കുന്നത്. എണ്ണ തേക്കുമ്പോൾ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് തലയിൽ എണ്ണ തേക്കുമ്പോൾ കൊഴിഞ്ഞ ഹെയറാണിത്. ജസ്റ്റ് ഒന്ന് ഹെയർ വാഷ് ചെയ്തിപ്പോഴാണ് ഇത്രയും കൊഴിഞ്ഞിരിക്കുന്നത് കേട്ടോ. ഷാമ്പു ഇട്ടിരുന്നെങ്കിൽ ഇതിൻ്റെ ഡബിളായിരിക്കും ഉണ്ടാവുക. ഇപ്പം കാണുന്നത് ഞാൻ മുടി ചീകിയിട്ടുള്ള എൻ്റെ മുടി കൊഴിഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. ഇത് ഇവിടെ മാത്രം, നിലത്ത് ഫ്ലോറിലും ഒരുപാട് കൊഴിഞ്ഞു വീണിട്ടുണ്ട്. അതിൽ ചേട്ടൻ വീഡിയോ എടുത്തില്ല കേട്ടോ. ചീപ്പിലുണ്ട്, ഇത് ഇവിടെ ടൈലിൽ ഫ്ലോറിൽ കിടപ്പുന്നുണ്ട്. ഇത് ഒരു സൈഡിലെ മാത്രമാണ് കേട്ടോ. ഒരു സൈഡ് മാത്രം ചീകിയിട്ടാണ് ഈ ഒരു ഹെയർ. എന്തുകൊണ്ടാണ് എന്താ പറയുക, ഡെയിലി ഞാൻ എത്ര പ്രാവശ്യം ചീകുന്നു അത്രയും പ്രാവശ്യം ഇത്രയും ഹെയർ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ ദിവസവും ഞാനിങ്ങനെ ചീകിയല്ലേ എൻ്റെ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ മുട്ടയാവും. അതുകൊണ്ട് ഡെയിലി ഞാനിങ്ങനെ ചീകാറില്ല, ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്യൽ മാത്രമേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, ഇതാണ് എൻ്റെ
ഇപ്പോൾ തൽക്കാലം കൊഴിഞ്ഞ മുടി. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ മുടി ചീകിയ വീണ്ടും ഇതേപോലെ വരും. ഇതിങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇത്രയും ഹെയർ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവിടെയും ഇങ്ങനെ ഹെയർ കിടക്കുന്ന കാരണം കൊണ്ട്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഡെലിവറിക്ക് ശേഷമുള്ള ഒരു പ്രശ്നം എന്ന് പറയാൻ ഹെയർ ലോസ് ആണ് കേട്ടോ. പിന്നെ 90 ദിവസം വരെ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. അതുവരെ ഫുൾ റെസ്റ്റ് ആയിരുന്നു. 90 കഴിഞ്ഞിട്ടാണ് 90ാമത്തെ ദിവസമാണ് എന്നെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത്. ആൻഡ് അവിടെ പോയി കഴിഞ്ഞതിന് ശേഷം സകല പണികളും ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒന്നും വിടാതെ എല്ലാം ചെയ്യുന്നുണ്ട്. ഇന്നത് ചെയ്യുന്നില്ല ബട്ട് ഒന്നും മാറ്റി നിൽക്കുന്നൊന്നുമില്ല, ഞാൻ എല്ലാം ചെയ്യാറുണ്ട്. അപ്പൊ പറയും പണ്ടത്തെ പോലെ വെള്ളം കോരലുണ്ടോ, കൊയ്യണോ, മെതിക്കണോ, അങ്ങനെ ചെയ്യണോ എന്നൊക്കെ പറയും. നമ്മളെ വീട്ടിൽ നമ്മളതൊന്നും ചെയ്യുന്നില്ലല്ലോ. അതുപോലെ തന്നെയല്ലേ, നമുക്കതൊന്നും ചെയ്ത് ശീലമില്ല. ചെയ്യാത്ത കാര്യങ്ങളും കൂടി നമ്മൾ അവിടെ പോയി ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനെ അപ്പൊ അവിടെ പോയിട്ട് ഞാൻ ചെയ്യാത്ത കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാം നമുക്ക് ഇഷ്ടംപോലെ തുണി കഴുകാനുണ്ടാവും, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനോ, വീട് അടിച്ച് തുടയ്ക്കണം, മുറ്റടിക്കണം, ഫുഡ് ഉണ്ടാക്കണം. അങ്ങനെ നമ്മൾ പറഞ്ഞു തുടങ്ങിയ കുറെ കാര്യങ്ങൾ, സകലവലതി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഉച്ചവരെ ഓരോന്നും ചെയ്യാനുണ്ടാവും. അങ്ങനെ പിന്നെ ഞാനൊന്നും നോക്കാറില്ല. അതിനുശേഷം എല്ലാം ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടുമില്ല. എന്നാലും സൂക്ഷിക്കും, കാരണം നമ്മളെ സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയല്ലേ, അല്ലാതെ വേറെ ആരും വരില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ പോസ്റ്റ്പാർട്ടം എക്സ്പീരിയൻസ്. എനിക്ക് എൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നിട്ടില്ല. പേഴ്സണൽ വിഷയങ്ങളല്ലാണ്ട് എനിക്ക് ഡെലിവറീൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും എനിക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. എല്ലാവരും ചോദിച്ചിരുന്നു എപ്പിസോട്ടമി സ്റ്റിച്ച് കെയറും നിങ്ങളുടെ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനും കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ആശൂട്ടൻ അവിടെ ക്ഷമ നശിച്ച് കരയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.